2025 ഫെബ്രുവരിയിൽ ഞാൻ ഒരു റൈഡ് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബാംഗ്ലൂരിലുള്ള ഫ്ലാറ്റിലിരിക്കുകയാണ്. അപ്പോൾ നല്ല ടയർഡായതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് ഞാൻ അവൻ്റെ കയ്യിൽ ഒരു സ്പീക്കർ കാണുകയാണ്. അതൊരു ബോട്ടിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്പീക്കറാണ്. നല്ല ഓഡിയോ ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കത് പോർട്ടബിളാണ്, എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ മൊബൈൽ കണക്ട് ചെയ്തു, കുറച്ച് പാട്ടുകളൊക്കെ കേട്ടു. എനിക്ക് ആ സ്പീക്കർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പിറ്റേ ദിവസം നാട്ടിൽ വന്നിട്ട് ജസ്റ്റ് നമ്മുടെ മൈജിയിലും അതുപോലെ തന്നെ നമ്മളെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആ സ്പീക്കറിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. 15,000 രൂപയാണ് സ്പീക്കറിൻ്റെ വില. ഞാൻ അതിൻ്റെ ഒരുപാട് യൂട്യൂബ് റിവ്യൂസ് കണ്ടു. എല്ലാം പോസിറ്റീവാണ്. ഞാൻ നേരിട്ട് കണ്ടത് വെച്ചിട്ടും അതുപോലെ തന്നെ റിവ്യൂസ് വെച്ചിട്ടൊക്കെ ഞാൻ കമ്പയർ ചെയ്തു. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. എന്നാൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം എത്തിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ ചിന്തകൾ, സെക്കൻഡ് തോട്ട്സ് തുടങ്ങി. അതായത്, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ സ്പീക്കർ വാങ്ങുന്നത്? എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ? ഇത്രയും വില കൊടുത്തൊരു സ്പീക്കർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് 2,000-3,000 രൂപയുടെ സ്പീക്കർ എടുത്താൽ ട്രിപ്പ് പോകുന്ന സമയത്ത് വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാമല്ലോ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങി. അപ്പം അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് കൂടി ഞാൻ അന്ന് ആ സ്പീക്കർ വാങ്ങിയില്ല. അത് മാത്രമല്ല, ഞാൻ തൽക്കാലത്തേക്ക് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പകരം ചെറിയ സ്പീക്കറൊന്നും വാങ്ങിയിട്ടുമില്ല. കാരണം ആ ഒരു സ്പീക്കർ എൻ്റെ മനസ്സിൽ കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ വേറൊരു സ്പീക്കറും എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ തരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഒരു 6 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ സ്പീക്കറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം ഞാൻ ആലോചിച്ചത് 6 മാസം മുന്നേ അന്ന് ഞാൻ മൈജി പോയി ചോദിച്ച സമയത്ത് ആ സ്പീക്കർ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഞാനങ്ങനെ ചിന്തിക്കാൻ കാരണം, അന്ന് ആ സ്പീക്കർ ഞാൻ ആ 15,000 രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് 6 മാസത്തിന് ശേഷം ആ സ്പീക്കർ വാങ്ങിച്ചതിൻ്റെ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ആ പൈസ ചിലവാക്കിയത് പോലും ഞാൻ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. പകരം എനിക്ക് സ്പീക്കർ ഒരു അസറ്റായിട്ട് കിട്ടും. ടെക്നിക്കലി ചിന്തിക്കുമ്പോൾ അതൊരു അസറ്റല്ല, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കതൊരു അസറ്റായിട്ടാണ് കിട്ടുക. കാരണം ആ 15,000 നമ്മൾ ഓൾറെഡി കവറപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ സ്പീക്കർ വാങ്ങാതെ വെച്ച 15,000 കറൻ്റ് എൻ്റെ കയ്യിലില്ല. മാത്രമല്ല, ഞാൻ ആ സ്പീക്കർ വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇനി വേണം എനിക്ക് ആ സ്പീക്കർ വാങ്ങാൻ. ചിലപ്പോൾ ഈ ഒരു സ്പീക്കർ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ ഇത് വാങ്ങിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ സ്പീക്കർ പർച്ചേസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞത് നമ്മുടെ ബൈക്കിൻ്റെ കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. 2023 നവംബറിലാണ് ഞാൻ വണ്ടി ഡെലിവറി ചെയ്യുന്നത്. ആ മാസം തന്നെയാണ് ഹിമാലയൻ 450 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് ഹിമാലയൻ്റെ റിവ്യൂസൊക്കെ കണ്ട്, അന്ന് വിസ്ട്രോമിൻ്റെ ഓൺ റോഡ് പ്രൈസ് 2,70,000 ആണ്. അന്ന് ഓൺ റോഡ് പ്രൈസ് ഇത്രയും എമൗണ്ടുള്ള വിസ്ട്രോമിൻ്റെ ആ എമൗണ്ടിനേക്കാളും ഒരു 1 lakh കൂടുതൽ കൊടുത്ത് ഹിമാലയൻ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 3 വർഷം കഴിഞ്ഞു. ഇന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്ത് ആ ഹിമാലയൻ അന്ന് വാങ്ങിച്ചതിൻ്റെ യാതൊരുവിധ ഇമ്പാക്റ്റും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാനന്ന് വിസ്ട്രോം വാങ്ങിച്ചത് ഒരു മോശം ഡിസിഷൻ ആയിരുന്നോ, നല്ല ഡിസിഷൻ ആയിരുന്നോ? ഒരു 2-3 തവണ ഹിമാലയൻ ഓടിച്ചതിന് ശേഷം ഈ തരത്തിലുള്ള ചിന്ത എന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിങ്ങനെ ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് വിസ്ട്രോമാണ് നല്ലതെന്ന് തോന്നും, ചില സമയത്ത് ഹിമാലയനാണ് നല്ലതെന്ന് തോന്നും. അപ്പോൾ ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. സൺഡേ ആണ്. നമ്മൾ നല്ല ഹാർഡ് കോർ ഓഫ് റോഡ് പോയി. ഒരുപാട് എക്സ്പൾസ് ഉണ്ടായിരുന്നു. അതിൽ 3 എക്സ്പൾസ് 200 210 ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ 4V ആയിരുന്നു. പിന്നെ ഒരു റാലി, അതുപോലെ തന്നെ ഒരു RX 100, പിന്നെ ഒരു സ്പ്ലെൻഡർ. RX 100 ആദ്യം തന്നെ ഓഫ് റോഡ് തുടങ്ങിയപ്പോൾ തന്നെ ചെയിൻ പൊട്ടി വണ്ടി സൈഡായി. ബാക്കിയുള്ള വണ്ടികൾ, വിസ്ട്രോം അടക്കമുള്ള വണ്ടികൾ ഓഫ് റോഡ് കയറാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡാണ്. നമ്മുടെ കയ്യിലുള്ളത് ഓഫ് റോഡ് ബൈക്കല്ല. അതുപോലെ തന്നെ ഞാൻ അത്ര ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുമല്ല. ഇനി ഒരിക്കലും ഓഫ് റോഡ് പോകില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ടിൽ നമ്മൾ റോഡ് ബേസ്ഡ് ടയർ ഇട്ടത്. പക്ഷേ ഓഫ് റോഡ് എന്നെ വിളിച്ചു, എനിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പോയതാണിന്ന്. അപ്പോൾ കൂടെയുള്ള എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഓഫ് റോഡ് ചെയ്യുന്നവരാണ്. മാത്രമല്ല പക്ക അഡ്വഞ്ചർ ബൈക്കുകളാണ്. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കയറാൻ തുടങ്ങി. ഒരുപാട് വണ്ടികൾ സ്റ്റക്കായി, ഒരുപാട് വണ്ടികൾ വീണു. അതിൽ പുതിയ എക്സ്പൾസ് 210 മാത്രം ഒരു ഇനീഷ്യൽ ടോർക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടികളെന്നും എപ്പോഴും ഓഫ് റോഡ് കയറുന്ന സമയത്ത് കുറച്ച് ദൂരം പോവും, അപ്പോൾ തന്നെ ഓഫായി പോവും. ഇനീഷ്യൽ ടോർക്ക് തീരെ ഇല്ലാത്തൊരവസ്ഥ. അത് റൈഡേഴ്സിൻ്റെ പ്രശ്നമായിരുന്നില്ല, വണ്ടിക്ക് കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ ബാക്കിയുള്ളത് എക്സ്പൾസ് 200 ആണ്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. എന്നിട്ടും ഒരുപാട് പേര് വീഴുന്നുണ്ട്.
അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വിശ്രമം കണ്ട് കയറി ഞാൻ ഇന്ന് വീണിട്ടില്ല, അതുപോലെ സ്റ്റക്കായിട്ടുമില്ല. നമ്മൾ ആ ഹാർഡ് കോർ ഓഫ് റോഡ് വിശ്രമിൽ കവർ ചെയ്ത സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വണ്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഡിഫിക്കൽട്ടിയും ഫേസ് ചെയ്തില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സർപ്രൈസായി. ശരിക്കും ഞാൻ ഇത്ര നാൾ ചിന്തിച്ചതൊക്കെ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ഞാനങ്ങനെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ജസ്റ്റ് വണ്ടി, നമ്മുടെ കൂട്ടത്തിലുള്ളവർ നന്നായിട്ട് വണ്ടിയൊക്കെ ജമ്പ് ചെയ്യിക്കുന്നവരാണ്, അവരോട് ചോദിച്ച് മനസ്സിലാക്കി വണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് ജമ്പ് ചെയ്തു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. വണ്ടിക്ക് അത്യാവശ്യം നല്ല ടോർക്കുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ജമ്പ് ചെയ്യിക്കാനും എനിക്ക് പറ്റി. അപ്പം എനിക്ക് ടോട്ടൽ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഓഫ് റോഡിനെ കുറിച്ച് ഓഫ് റോഡിൽ വണ്ടിയുടെ പെർഫോമൻസ് എന്തായിരിക്കും എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാളും നല്ല പെർഫോമൻസാണ് എനിക്ക് എൻ്റെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. അപ്പോൾ നല്ല പെർഫോമൻസും നല്ല ഫീഡ്ബാക്കും കിട്ടിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡായി. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു, ഓഫ് റോഡിൽ നിന്ന് തിരിച്ചു വന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തി. നമ്മൾ മുന്നേ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ലൊക്കേഷനിൽ എല്ലാവരും വന്നു. പിന്നെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ ഓരോരുത്തരായി തിരിച്ചു പോയി. ആ ഒരു സമയത്ത് അവിടെ ആ ലൊക്കേഷനിൽ എത്തുന്നവരെ പരസ്പരം സംസാരിച്ചും തമാശ പറഞ്ഞും വണ്ടി ഓടിച്ചും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ അല്ലെ ചുറ്റുമുള്ള സ്ഥലങ്ങളോ അതിൻ്റെ ഭംഗിയോ ഒന്നും ആസ്വദിച്ചില്ല. ഞാൻ അവിടെ എത്തി, കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഓരോരുത്തരായി യാത്ര പറഞ്ഞ് തിരിച്ചു പോയി. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നു. ബാക്കിയുള്ളവരാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും പോയ സമയത്ത് ഞാനും വണ്ടിയും മാത്രമായി. അപ്പോൾ എൻ്റെ മൈൻഡ് പെട്ടെന്ന് സൈലൻ്റായി. ഞാൻ ചുറ്റും നോക്കി. ഞാൻ എവിടെയാണെന്നുള്ള ശരിയായ ബോധം എനിക്ക് വന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ വണ്ടിയിലേക്കൊന്ന് നോക്കി. അത്രയും നേരം ഒരുപാട് ആളുകളുണ്ട്, ഇപ്പോൾ അവരൊക്കെ പോയി. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് വണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഓരോ റൈഡ് പോകുന്ന സമയത്തും, അതിപ്പോൾ ഗ്രൂപ്പ് റൈഡ് ആയിക്കോട്ടെ സോളോ റൈഡ് ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷനിലും കഴിഞ്ഞ 3 വർഷമായിട്ട് അവസാനം എൻ്റെ കൂടെ ഉണ്ടാകുന്നത് എൻ്റെ ഈ വണ്ടി മാത്രമാണ്. എനിക്ക് ഈ സമയത്ത് വണ്ടിയോട് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു ഡീപ്പായിട്ടുള്ള ബോണ്ടിങ് തോന്നി. ഇത് ഓരോ ബൈക്ക് ഓണേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, ഇത് ശരിക്കും എൻ്റെ ബൈക്ക് ആയതുകൊണ്ടാണ് എനിക്ക് ബോണ്ടിങ് തോന്നിയത്, അതോ എൻ്റെ ജീവിതത്തിലെ ഓരോ അപ്സ് ആൻഡ് ഡൗൺസിലും എൻ്റെ കൂടെയുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണോ എനിക്കിതിനോട് ബോണ്ടിങ് തോന്നിയത്? ജീവിതത്തിൽ ആളുകൾ വരും പോകും, സിറ്റുവേഷൻ മാറും, ഫീലിങ്സ് മാറും, നമ്മൾ വരെ മാറും. പക്ഷേ ചില കാര്യങ്ങൾ എന്നും അതുപോലെ തന്നെ ഉണ്ടാവും. എൻ്റെ കാര്യത്തിൽ അത് ഈ ബൈക്കാണ്. സോ അതാണ് എനിക്ക് എൻ്റെ വണ്ടിയോട് ഒരു ബോണ്ടിങ് തോന്നാൻ കാരണം. ഇത് വെറൊരു അഡ്വഞ്ചർ മെഷീൻ ആയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ മോശം ദിവസങ്ങളിലും എൻ്റെ നല്ല ദിവസങ്ങളിലും ഈ ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ ബൈക്ക് അതൊക്കെ കണ്ടിട്ടുണ്ട്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവരവരുടെ ഇമോഷൻ ഷെയർ ചെയ്യുന്ന ഒരു വാഹനമെങ്കിലും ഉണ്ടാവും എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. എല്ലാവർക്കും അവരവരുടെ ലൈഫിൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ബൈക്കാവണമെന്നില്ല, അത് എന്ത് വേണമെങ്കിലും ആവാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പാഷനാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാകാം. കാരണം കൺസിസ്റ്റൻ്റായി ഒന്നുമില്ലാതെ ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നലുണ്ടാവും. ഞാൻ ഫിലോസഫി പറയാമെന്ന് വിചാരിക്കേണ്ട, ഇത് സത്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഓഫ് റോഡ് ഫണ്ണായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, മൊത്തം വൈബായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും പോയി, നമ്മൾ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ, ഞാനും എൻ്റെ ബൈക്കും. ചില സമയത്ത് നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് ദൂരത്തേക്ക് ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം. എന്തായാലും ഫിലോസഫി ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.